കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാവേലിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാവേലിക്കര നഗരസഭാ പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. വഴിയോര കച്ചവടം നിയന്ത്രിക്കുക, മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയമങ്ങൾ ലഘൂകരിക്കുക, വീട്ടിലൂണ്, തട്ടുകട എന്നിവയ്ക്ക് ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മാവേലിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാവേലിക്കര നഗരസഭാ പടിക്കൽ പ്രതിഷേധ ധർണ നടത്തി. വഴിയോര കച്ചവടം നിയന്ത്രിക്കുക, മലിനീകരണ നിയന്ത്രണ ബോർഡ് നിയമങ്ങൾ ലഘൂകരിക്കുക, വീട്ടിലൂണ്, തട്ടുകട എന്നിവയ്ക്ക് ലൈസൻസ് സമ്പ്രദായം ഏർപ്പെടുത്തുക, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധന നിയന്ത്രിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ ധർണ നടത്തിയത്. താലൂക്ക് പ്രസിഡന്റ് എ നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. ധർണാ സമരത്തിന് ഉദ്ഘാടനം KHRA ജില്ലാ സെക്രട്ടറി നാസർ ബി താജ് ഉദ്ഘാടനം ചെയ്തു. 3-4 ആവശ്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അത് പ്രധാനമായും നമ്മൾ ആവശ്യപ്പെടുന്നത് പൊതുസമൂഹത്തിന് ഗുണം ചെയ്യുന്ന, പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമെന്ന രീതിയിൽ ഈ ഹോട്ടൽ ഉടമകളിലെ മാലിന്യങ്ങൾ അത് സംസ്കരിക്കുവാൻ മുനിസിപ്പാലിറ്റികളും പഞ്ചായത്ത് തലങ്ങളിൽ പൊതു സംവിധാനം കൊണ്ടുവന്നാൽ അതിനോടൊപ്പം 100% സഹകരിക്കുവാൻ ഈ സംഘടന തയ്യാറാണ് എന്ന് പല ആവർത്തനങ്ങൾ ഗവൺമെന്റുകളോടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുമൊക്കെ അറിയിച്ചിട്ടുള്ളതാണ്. കാരണം നമ്മുടെ സ്ഥാപനങ്ങളിൽ വന്ന് ഭക്ഷണം കഴിച്ച് കൈകഴുകുന്നവരുടെയും യാത്രയ്ക്കിടയിൽ അവർക്കുണ്ടാവുന്ന അത്യാവശ്യം മൂത്രമൊഴിക്കൽ പോലുള്ള സംവിധാനങ്ങൾക്ക് നമ്മൾ സഹായം ചെയ്ത് കൊടുക്കുന്നവരുടെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കണമെന്ന് പറയുന്ന ആ രീതിയെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കുവാൻ കഴിയുകയില്ല. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ നിന്നും 10,000-2,000 ലിറ്റർ വെള്ളം നമ്മൾ വേസ്റ്റ് ജലമായി നമ്മൾ പുറത്തേക്ക് ഒഴുകുന്നുവെങ്കിൽ അതിൽ 1000-ലധികം വെള്ളവും നമ്മൾ സേവനമായി ചെയ്യുന്നതിൻ്റെ ഫലമായി വരുന്ന വേസ്റ്റാണ്. കാരണം കൈ കഴുകുവാനും അവരൊന്ന് യാത്രയ്ക്കിടയിലിറങ്ങി അവരൊന്ന് വിശ്രമിക്കുവാനുമുള്ള സൗകര്യം നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മൾ പല നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു സംവിധാനവും ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോ ഒരു നമ്മുടെ തന്നെ സംസ്ഥാനങ്ങളിലോ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. കാരണം കിഴക്കിന്റെ വെനീസ് ആലപ്പുഴയിൽ വരുന്ന ടൂറിസ്റ്റുകൾ അനുഭവിക്കുന്ന ഒരു സുഖം അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു കെയർ മറ്റൊരു സ്ഥലത്ത് കിട്ടുന്നില്ല എന്ന അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് C. രതീഷ് സ്വാഗതം രേഖപ്പെടുത്തി. സുജിത് മുഖ്യ പ്രഭാഷണം നടത്തി. ലക്ഷ്മി നാരായണൻ നന്ദി രേഖപ്പെടുത്തി. CD Net ന്യൂസ് മാവേലിക്കര.